തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇന്നുകൂടി പേര് ചേർക്കാം. 2025 ജനുവരി 1-നോ അതിനു മുമ്പോ 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക 25-ന് പ്രസിദ്ധീകരിക്കും. ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം 3 പേർ പങ്കിട്ടു. ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ് എന്നിവർക്കാണ് നൊബേൽ സമ്മാനം നൽകാൻ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് തീരുമാനിച്ചത്. നൂതനമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വിശദീകരിച്ചതിനാണ് പുരസ്കാരം. വായ്പാ പലിശ നിരക്കുകൾ കുറച്ച് ബാങ്കുകൾ. ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, IDB ബാങ്ക് എന്നിവ പലിശ നിരക്കുകൾ കുറച്ചത്. MCLR നിരക്കുകൾ കുറച്ചതോടെ പലിശ നിരക്കിൽ ഭവന വായ്പ എടുത്തവർക്കും ആശ്വാസമാകും. ചരിത്ര തീരുമാനവുമായി EPFO. PF-ൽ നിന്നും അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാം. ജീവനക്കാരൻ്റെയും തൊഴിലുടമയുടെയും വിഹിതം ഉൾപ്പെടെ പിൻവലിക്കാമെന്ന് ദില്ലിയിൽ നടന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ 238ാമത് യോഗത്തിൽ തീരുമാനിച്ചു. സ്വർണ്ണവിലയിൽ വൻ വർധന. 1 ഗ്രാം സ്വർണത്തിന് 300 രൂപയും 1 പവന് 2400 രൂപയും കൂടി. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,795 രൂപയും 1 പവന് 94,360 രൂപയുമായി.